നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പലവിധ രോഗങ്ങളാൽ ചികിത്സ തേടി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തുന്നവർ ദുരിതത്തിൽ. പ്രവേശന കവാടത്തിലൂടെ മലിനജലം ഒഴുകുന്നതാണ് ആശുപത്രിയിൽ എത്തുന്നവരെ ദുരിതത്തിലാക്കുന്നത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ പ്രവേശന കവാടത്തിലൂടെ മലിനജലം ഒഴുകുന്നതോടെ ദുരിതത്തിലായി രോഗികൾ. ആശുപത്രി പരിസരത്തു നിന്നൊഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന മലിനജലത്തെ മറികടന്ന് വേണം രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. 2 ദിവസമായി ആശുപത്രിയുടെ പ്രവേശന കവാടത്തിലൂടെ മലിനജലം ഒഴുകാൻ തുടങ്ങിയിട്ട്. എന്നാൽ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രവേശന കവാടത്തിലൂടെ ഒഴുകിയെത്തുന്ന ശുചിമുറി മാലിന്യം ഉൾപ്പെടെ എത്തുന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്കാണ്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞു. ഈ കക്കൂസ് മാലിന്യമായി വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം വേറെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന ഈ കാനേക്കടയാണ് വന്നുകൊണ്ടിരുന്നത്. ഇത് വന്നിട്ട് ഞങ്ങളുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് കടന്നിട്ട് ഈ മെയിൻ റോഡിൽ കൂടെ പോകുന്ന ജനങ്ങൾ മുഴുവനും അവരുടെ ഷർട്ടും മുണ്ടും ആകെ നാശമായി ഇവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഓഫീസർമാരെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും അവരിവിടെ വരുമോ അത് നോക്കുമോ അത് പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നടക്കുന്നൊരു സംഭവമായിരുന്നു. സെപ്റ്റിക് ടാങ്ക് ഓപ്പണായിട്ട് തന്നെ ഇതൊരു 3-4 മാസം മുമ്പ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് എല്ലാം ശരിയാക്കി 2 കുഴി കുഴിച്ചിട്ടാണ് 2 കുഴി കുഴിച്ചിട്ടിട്ട് അതിലേക്ക് വിട്ടു. ഇപ്പോൾ ആ വെള്ളം കൂടെ ഓപ്പണായി ഒരു വേസ്റ്റ് പണിയാണ് 2 കുഴിയിട്ട് ഈ സെപ്റ്റിക് ടാങ്കിലെ വെള്ളവും അതുമായിട്ടൊരു ബന്ധമില്ല. ചുമ്മാ കാശ് കളഞ്ഞേ ഉള്ളൂ മുനിസിപ്പാലിറ്റി ചുമ്മാ ഇത് അധികാരം മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ്. ഞങ്ങൾ കംപ്ലൈൻറ്റ് ഇന്നലെയൊക്കെ പുഴ ഒഴുകുമ്പോൾ ഇന്ന് രാവിലെയൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഇതിനൊരു പരിഹാരം കാണണം. മാസങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിൽ ആശുപത്രി പരിസരത്ത് നിന്നും മലിനജലം ഒഴുകിയിരുന്നു. ദിനംപ്രതി ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നടക്കം ആശുപത്രിയിലെത്തുന്ന നൂറുകണക്കിന് ആളുകളാണ് മലിനജലം ഒഴുകുന്നതോടെ ദുരിതത്തിലായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.